റിജിലിനോട് എനിക്ക് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ള സാവകാശം വേണുവിൽ നിന്ന് ഞാൻ വാങ്ങിക്കോട്ടെ. ഒന്ന് ഞാൻ അത് വാങ്ങുന്നതിൽ വിരോധമുണ്ടോ? എന്തോ എങ്ങനെ ഒരു സെക്കൻഡ്, അങ്ങ് ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. അല്ല, ഒരു സെക്കൻഡ് റിജിൽ, അങ്ങ് ഉത്തരം വേണുവാണ് ശരി, ഞാൻ ആങ്കറിനോട് ചോദിക്കാം. ശരി, ഒരു സെക്കൻഡ്, മറുപടി പറയണോ വേണ്ടോ അങ്ങയുടെ സ്വാതന്ത്ര്യം. ശരി, ഞാൻ ചോദ്യം വേണുവിനോട് ചോദിക്കാം. വേണു വളരെ രസകരമായിട്ട് ഈ ചർച്ച പോകും തോന്നുന്നു. റിജിലിന്റെ സഹകരണം കാണുമ്പോൾ വേണു 2 ചോദ്യങ്ങളേ ഉള്ളൂ. വേണു, അതായത് റിജിലിന് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ അംഗത്വത്തിന്റെ മാനദണ്ഡം എന്താണ്? അതിനെന്ത് അംഗത്വം എന്നാണ് വിളിക്കുന്നത്? അതുപോലെ ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏത് അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്? അദ്ദേഹം കോൺഗ്രസിൽ ആയിരുന്നു എങ്കിൽ എത്ര, പണ്ട് കാലണ മെമ്പർഷിപ്പ് അങ്ങനെ എന്തൊക്കെയോ പറയുമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ അത് എത്ര രൂപ മെമ്പർഷിപ്പ് ആണ് എന്നുള്ളതിന്റെ ഒരു സാങ്കേതികത്വം ഒന്ന് അറിയണം. ഒപ്പം മെമ്പർ ആണോ എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് വഴിയേ അറിഞ്ഞോളൂ. എന്റെ പാർട്ടി അംഗത്വം അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ അംഗത്വത്തെ കുറിച്ചും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന കക്ഷിയും കുറെ കാലം ഈ പാർട്ടിക്കകത്ത് മെമ്പർ ആവാതെയാണോ വന്ന് കുറെ സമയം നാട് മുഴുവൻ പ്രസംഗിക്കുകയും തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ചെയ്തത്? അന്നേരം ഇയാൾക്ക് ഓർമ്മയില്ലേ ഞാൻ മെമ്പറല്ല എന്നുള്ളത്? CPM-ന്റെ അച്ചാരം വാങ്ങിയിട്ട് അവിടെ പോയിട്ട് കുരക്കാൻ വന്നിട്ട് ആ കുരക്കുന്നവരോടൊന്നും ഉത്തരം പറയാനും പറ്റില്ല. ഞാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ പാർട്ടിയുടെ മെമ്പറായിരുന്നു, പാർട്ടിയുടെ മെമ്പർ തന്നെയാണ് ഇപ്പോഴും. അതിന്റെ മൊത്തം കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന കക്ഷി കുറെ കാലം ഉണ്ടായിരുന്നല്ലോ പിന്നെ ഈ പാർട്ടിക്കകത്ത് കടന്നു വന്ന് എതിർ പാർട്ടിക്കാരെ ഗോഗോ വിളിക്കാനും അതിന് മുമ്പിൽ നിൽക്കാൻ നിന്ന ആളല്ലേ. അന്നേരം അയാൾക്ക് തോന്നിയില്ലേ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിട്ടില്ല, അയ്യോ ഞാൻ പാർട്ടി മെമ്പറിലാന്ന് തോന്നിയില്ലല്ലേ? ഇപ്പൊ CPM-ന്റെ അച്ചാരം പറ്റി അതിനകത്ത് പോയതിനു ശേഷമാണോ പാർട്ടി മെമ്പർഷിപ്പിനെ കുറിച്ച് ഇയാൾ ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ആളുകൾ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പിന്നെ നിയമപരമായി അയാൾ തെറ്റ് ചെയ്തു എന്ന് ഇത് നിയമം പോലീസും കണ്ടെത്തേണ്ടതാണ്. അല്ലാത്തൊരു കാര്യത്തിനകത്ത് ഞങ്ങൾ ഇത്രയും ധീരമായ നടപടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഈ പറയുന്ന മാന്യന്റെ വർത്തമാനം കേട്ടവരിക്കും അങ്ങ് ഭയങ്കര സത്യസന്ധന്മാരും നിർഗുണ പരബ്രഹ്മന്മാരും ഹരിശ്ചന്ദ്രന്മാരും അല്ലേ? സെക്സ് റാക്കറ്റാന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി തലയിട്ട് കുമ്പിട്ട് നടക്കുന്നവനാണ് ഇവിടെ ഞങ്ങളെ സദാചാരം പഠിപ്പിക്കുന്നത്. ഒരു കയ്യബദ്ധം ഉളുപ്പുണ്ടോ? അവിടെ സെക്സ് റാക്കറ്റില്ലേ? ഇപ്പൊ അവിടെ പോയപ്പോ അവിടെ നിയന്ത്രിക്കുന്ന P ശശിയല്ലേ? അവിടെ പോയി താങ്കൾ ഇവിടുന്ന് മാറൂ എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഈ പറയുന്ന ആള് എന്റെ ചോദ്യതാണ്. ഈ പറയുന്ന P ശശിയും PK ശശിമാരും അതോടൊപ്പം തന്നെ അതുപോലെയുള്ള ഒട്ടനവധി കഥകൾ ഇവിടെ ഉണ്ടല്ലോ. അന്ന് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതുപോലെ ഒരു പല ചർച്ചകൾ വന്നപ്പോ എന്തേ അത് കേസിലേക്ക് പോകാഞ്ഞത്? എന്തേ പോലീസ് അന്വേഷിക്കാഞ്ഞത്? അത് തീവ്രത ഇളക്കൽ ഞങ്ങൾ ആഭ്യന്തരമായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള അന്വേഷണം നടത്തി. അവിടെ തീവ്രത ഇളക്കുന്ന മിഷൻ ഉണ്ടോ? ആ തീവ്രത നടത്തിയിട്ടാണോ PK ശശിയെ വേണു മുകേഷിനെ ഇരുത്തല്ലേ? മുകേഷിന്റെ പേര് കേസില്ലേ? മുകേഷ് ഇരുത്തുമ്പോൾ നിങ്ങൾക്ക് ആ മുകേഷിനോട് MLA സ്ഥാനം രാജിവെച്ച് പോകണമെന്ന് പറയാൻ ചങ്കൂറ്റുണ്ട് ഈ പറയുന്ന മാന്യന്. മുകേഷിന്റെ വീട്ടിൽ പോയി താങ്കൾ ബലാത്സംഗ വീരനാണ്, അതുകൊണ്ട് താങ്കളെ ഈ പാർട്ടിക്കകത്ത് നിന്ന് പുറത്താക്കണമെന്ന് പറയാൻ ഈ പറയുന്ന മാന്യന് തന്റെ ഉണ്ടോ? അയാൾക്കെതിരെ പൊതുജനത്തിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ തടയാനുള്ള ധൈര്യം DYFI-ക്കുണ്ടോ? അതെന്താ രണ്ടിനായോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.